നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ ഹസ്ബൻഡ്, വൈഫ്, 2 കുട്ടികളുള്ള 4 ക്യാരക്ടറാ, 4 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. ഇതെല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷേ ഇതൊന്നിച്ച് കൊണ്ടുപോകാൻ ഒക്കും എപ്പോഴാണെന്നറിയാമോ? നമ്മൾ വെൻ യു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം ആദ്യം ടേക്ക് കെയർ ചെയ്യുമ്പോൾ, ഞാൻ ഉണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ എന്ന് ഇവിടെ ആരും വിചാരിക്കരുതേ. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ ഒന്നും സംഭവിക്കത്തില്ല. ഈ ഭൂമിക്ക് നമ്മുടെ കുടുംബത്തിന് പോലും ഒന്നും സംഭവിക്കത്തില്ല എന്ന് ഓർത്തോണം. ഞാനിപ്പം ഭൂമിയിൽ നിന്ന് വിട്ടുപോയി ഒന്നും സംഭവിക്കത്തില്ല. എൻ്റെ മക്കൾ സുഖമായിട്ട് ജീവിക്കും നാളെ. അന്നേരം കുറച്ചേരം എന്ന് കരയുമെന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കത്തില്ല. പിന്നെ വല്ലപ്പോഴും, കാരണം എൻ്റെ ഫോട്ടോ കാണുമല്ലോ അവരുടെ വീട്ടിൽ ഭിത്തിയിൽ, അപ്പം വല്ലപ്പോഴും ഓർക്കും എൻ്റെ അമ്മയായിരുന്നു അതെന്ന്. അത്രേ ഉള്ളൂ. അത് 2 ജനറേഷനോടെ കഴിയുമ്പം ആ ഫോട്ടോയും പോവും. പിന്നെ അങ്ങനെ ഒരാൾ ഉണ്ടോ എനിക്ക് മാക്സിമം അറിയാം. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, അതിൻ്റെ അപ്പുറം എനിക്ക് അറിയത്തില്ല. അതിൻ്റെ പുറകോട്ട് ജനറേഷൻസ് ഉണ്ട്. ഐ ഡു നോട്ട് ഇവൻ നോ ഹൂ ദേ ആർ. ദിസ് ഇസ് ദ സെയിം വിത്ത് അസ് ഓൾസോ. നമ്മുടെ ജനറേഷൻ 2, 3 കഴിയുമ്പോൾ പിന്നെ നമ്മളെന്നൊരാൾ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊക്കെ മഹാത്മാഗാന്ധി എല്ലാവരും ഓർക്കുന്ന പോലെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിൽ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടണം ഈ ഭൂമിയിൽ. നമ്മുടെ 2 വീഡിയോ എങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കാണണം. നമ്മൾ ആരെങ്കിലും ഒക്കെ ഒന്ന് ഇൻസ്പയർ ചെയ്ത് മോട്ടിവേറ്റ് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ കീപ് യുവർ സെൽഫ് ആക്റ്റീവ്. എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കാതെ ആക്റ്റീവായിട്ടിരിക്കുക. ഡു ഗുഡ് ഫോർ ദ സൊസൈറ്റി. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. ഡു ഗുഡ് ഫോർ, ഒന്നും ചെയ്യാൻ ഒത്തില്ലെങ്കിൽ ഒന്നും ചെയ്തില്ല എന്നേ ഉള്ളൂ, പക്ഷെ ദോഷം ചെയ്യാൻ പോരുത്. ഡു ഗുഡ് ഫോർ ദ സൊസൈറ്റി. പ്രത്യേകിച്ച് അത് മക്കളുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അതെല്ലാം കഴിയുമ്പോൾ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് യു ആൾ ഹാവ് ടൈം ടു ഡു ഗുഡ് ഫോർ ദ സൊസൈറ്റി, ഡു ഗുഡ് ഫോർ പീപ്പിൾ. സോ ഡു ഗുഡ് ഫോർ പീപ്പിൾ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം.